ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. ഹൃദയം ഇനിയെന്നും നിൻവാസഗേഹമാകും. കൺമുൻപിൽ നീ ഇല്ലെങ്കിലും വിശ്വാസത്താൽ കാണുന്നിതാ. മൃദുവായി നീ തൊടുകിൽ എന്നാത്മം സൗഖ്യം നേടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു ദൈവസ്വര സന്ദേശമാണ് ഐക്യത്തോടെ പ്രാർത്ഥിക്കാനുള്ള സന്ദേശം. ഐക്യത്തോടെ പ്രാർത്ഥിക്കുക, ഇതൊരു ദൈവസ്വരമായി കർത്താവ് നമുക്കെല്ലാവർക്കും തരികയാണ്. ഐക്യത്തോടെയുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെപ്പറ്റി ഒരുപാട് ദൈവാനുഭവത്തിലൂടെ കർത്താവ് ബോധ്യം തന്നിട്ടുള്ളതാണ് എനിക്ക്. പ്രത്യേകിച്ച് 2008 സെമിനാരിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് വലിയൊരു പരിശുദ്ധാത്മാഭിഷേക അനുഭവം. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് സ്തുതിക്കുമ്പോഴാണ് ഈ ഒരു വലിയ ദൈവാനുഭവം എനിക്കും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ബ്രദർക്കും ലഭിക്കുക. അന്ന് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും മനസ്സുകൊണ്ട് അത്രമാത്രം ഐക്യമായിരുന്നു. ഒരേ ലക്ഷ്യത്തോടെ നിങ്ങളെല്ലായ്പ്പോഴും ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തെ വർദ്ധിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ എന്ന് പൗലോസ്ലീഹ പറയുന്ന പോലെ ആയിരുന്നു ഞാനും ആ ബ്രദറും. അത്രമാത്രം ഒരേ മനസ്സോടെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ലോകം മുഴുവന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഞങ്ങൾ രണ്ടുപേർക്ക് വലിയ പരിശുദ്ധാത്മാഭിഷേകം ഞങ്ങൾക്ക് ലഭിക്കുക. അതിൽ നിന്നാണ് പിന്നീട് ഇന്ന് നമ്മൾ കാണുന്ന അത്ഭുതങ്ങളുടെ ജപമാലയും വിശുദ്ധ അന്തോണീസിനോടുള്ള നൊവേനയുടെയൊക്കെ ആരംഭമാണ് അച്ഛനീയോട് പറഞ്ഞത്. അന്ന് തന്നെ അറിയാമായിരുന്നു ഈ യോജിച്ചുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യം. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 തിരുവചനങ്ങൾ നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. വലുത് പറഞ്ഞേ ഹല്ലേലൂയ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും നമ്മുടെ ദൈവം നിറവേറ്റിത്തരും. അതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് കുടുംബ പ്രാർത്ഥന. കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഒരേ ലക്ഷ്യത്തോടെ ഒരേ മനസ്സോടെ ഒരേ അഭിപ്രായത്തോടെ പ്രാർത്ഥിച്ചു നോക്കിയാൽ വലിയ പരിശുദ്ധാത്മാഭിഷേകം ആ സമൂഹത്തിലേക്ക് ഇറങ്ങുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതല്ലേ അപ്പോസ്തലപ്രവർത്തനം 1:14 പറയുക, അവർ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം ഏക മനസ്സോടെ ശിഷ്യന്മാരും മറ്റ് സ്ത്രീകളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോഴാണ് വലിയ പരിശുദ്ധാത്മാഭിഷേകം ആ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നപ്പോൾ അവർക്ക് ലഭിക്കുകയാണ്.
അതുകൊണ്ട് ഏക മനസ്സോടെയുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ദൈവം ഏകനാണ്. പക്ഷെ ദൈവം ഏകനാണെങ്കിലും ദൈവം ഏകാഗിയല്ല എന്നാണ് പറയുക. ദൈവത്തിൽ 3 ആളുകളുണ്ട്. പിതാവ് ഒരാളാണ്, പുത്രൻ ഒരാളാണ്, പരിശുദ്ധാത്മാവ് ഒരാളാണ്. എന്നാൽ ഈ 3 ദൈവങ്ങളില്ല, ഒരു ദൈവമുള്ളൂ. ഇവർ സ്നേഹത്തിൽ, ഇവർ ഐക്യത്തിൽ, അവരൊന്നാണ്. അതുകൊണ്ട് ഐക്യത്തോടെയുള്ള പ്രാർത്ഥന അത് ആദിമസഭയിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഐക്യത്തോടെ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ ഇവരുടെ മേൽ കൃപാവരം, അതായത് പരിശുദ്ധാത്മാഭിഷേകം നിറഞ്ഞു നിന്നിരുന്നു എന്ന് എഴുതപ്പെട്ടിട്ട് കാണാൻ സാധിക്കും. അതിനെപ്പറ്റിയ വചനങ്ങളാണ് അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായം 43 മുതലുള്ള തിരുവചനം. നമുക്ക് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഏറ്റു പറയുന്നു. എല്ലാവരിലും ഭീതി ഉളവായി അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതുകയും ചെയ്തു. അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുവകകളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചു കൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, ഒറ്റ സമൂഹമായി ഒരേ മനസ്സോടെ ഒരേ ലക്ഷ്യത്തോടെയുള്ള പ്രാർത്ഥന. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലെ പ്രാർത്ഥനകളെല്ലാം ഈ രീതിയിലാണെങ്കിൽ വലിയ വിഷയമായിരിക്കും. ഇപ്പോൾ ഇവിടെ അച്ഛൻ ശുശ്രൂഷ ചെയ്യുമ്പോഴാണെങ്കിലും ഇപ്പോൾ അച്ഛൻ ഒരു തട്ടിൽ, ഇവിടുത്തെ കൂടെ നിൽക്കുന്ന പാട്ടുകാരൻ വേറൊരു തട്ടിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റ് ശുശ്രൂഷകർ വേറൊരു തട്ടിൽ, ഇങ്ങനെ വിഭിന്ന ഹൃദയത്തോടെ നമ്മളൊരു അഭിപ്രായ ഐക്യമില്ലാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ പരിശുദ്ധാത്മാഭിഷേകം കിട്ടുക അസാധ്യമാണ്. അതുകൊണ്ടാണ് ഒരൊറ്റ മനസ്സ് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് തന്നെ ബോധ്യപ്പെടുത്തുന്ന മറ്റൊരു വചനഭാഗമാണ് അപ്പോസ്തലപ്രവർത്തനം 4:32. വിശ്വാസികളുടെ കൂട്ടായ്മ, ആദിമസഭയിലെ വിശ്വാസികളുടെ കൂട്ടായ്മയെ പറ്റി പറയുമ്പോൾ ആ വചനഭാഗം നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ആത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല. എല്ലാം പൊതു സ്വത്തായിരുന്നു. അപ്പോസ്തലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെ മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഐക്യത്തോടെയുള്ള പ്രാർത്ഥന അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കൃപാവരം നിറയുകയാണ്. അതിന് ഏറ്റവും നല്ല പഴയ നിയമത്തിൻ്റെ ഒരു ഉദാഹരണമാണ് 133-ാം സങ്കീർത്തനം. സഹോദരന്മാരുടെ സഹോദരിമാരുടെ ഐക്യത്തോടെയുള്ള ആ പ്രാർത്ഥന, ആ ജീവിതം, അവിടെയാണ് കർത്താവ് തൻ്റെ അനന്തമായ ജീവനവും അനുഗ്രഹവും പ്രദാനം ചെയ്യുക. ആ വചനഭാഗം ഏറ്റുപറഞ്ഞ് നമ്മുടെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, തർക്കങ്ങൾ, കലഹങ്ങൾ, ഞാനോ വലുത് നീയോ വലുതെന്നുള്ള ചിന്താഗതികളൊക്കെ മാറിപ്പോകാൻ വേണ്ടിയും ഒപ്പം ഐക്യത്തോടെ ഇവർ പ്രാർത്ഥിച്ചതുപോലെ ദൈവം ആഗ്രഹിക്കുന്ന പോലെ പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹറോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണ് അത്.
പോലെയാണ് അത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൻ തുഷാരം പോലെയാണ് അത്. അവിടെയാണ് കർത്താവ് തന്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ശക്തമായി സ്തുതിച്ചോ. ഐക്യത്തോടെ സ്തുതിക്കുന്നു. വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇത് കാണുന്ന എല്ലാവരും ഐക്യത്തോടെ സ്തുതിക്കുക. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കാണുന്നവർ ഐക്യത്തോടെ സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തർക്കങ്ങൾ, കലഹങ്ങൾ, അഭിപ്രായ ഭിന്നതകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. യോജിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഐക്യത്തോടെ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഡിവോഴ്സ് മാറിപ്പോട്ടെ. വിവാഹ മോചന കേസുകളെല്ലാം നീങ്ങിപ്പോട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഏറ്റുപറഞ്ഞ വചനങ്ങളുടെ അഭിഷേകം നിറയട്ടെ. സഹോദരന്മാർ തമ്മിലുള്ള ഭിന്നത മാറിപ്പോട്ടെ. വിശ്വാസികൾക്കിടയിലെ ഭിന്നത മാറിപ്പോട്ടെ. കൂട്ടായ്മകൾക്കിടയിലെ ഭിന്നതകൾ മാറിപ്പോട്ടെ. ശുശ്രൂഷകർക്കിടയിലുള്ള ഭിന്നത മാറിപ്പോട്ടെ. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ഭിന്നത മാറിപ്പോട്ടെ. മക്കളും മാതാപിതാക്കൾക്കിടയിലുള്ള ഭിന്നത മാറിപ്പോട്ടെ. അയൽപ്പക്കാർക്കിടയിലുള്ള ഭിന്നത മാറിപ്പോട്ടെ. കരങ്ങളടിച്ച് ഏറ്റുപറഞ്ഞ വചനത്തിന് വലിയ അഭിഷേകത്തിന് വേണ്ടി കരങ്ങളടിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേലാവസിച്ചു. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ, നിറയണമേ. ദൈവത്തിന്റെ ആത്മാവിറങ്ങി വന്നു, മനുഷ്യർക്കുമേൽ ആവസിച്ചു. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ, നിറയണമേ 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 പരിശുദ്ധാത്മാവേ. ഐക്യത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ ആത്മാവ്, ക്ഷമയുടെ ആത്മാവ്, എളിമയുടെ ആത്മാവ് നമ്മിൽ നിറയട്ടെ നിറയട്ടെ. പോരാ ശക്തമായി ഹല്ലേലൂയ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവാ ദൈവ പുത്രനാ ദൈവ പരിശുദ്ധാത്മാവായ ദൈവ അമലൽപ്പം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിലെ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക്, ഈ ശുശ്രൂഷയിൽ ആരൊക്കെ പങ്കെടുക്കുന്ന അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപഥനെ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാത്മ സ്ഥിരത കഴിയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗുണോത്ര, ദുഷ്ദോഷം, പൈശാചി, പീഡന, ബാധൽ, കൈവശങ്ങൾ ദൂരേറ്റണമേ. പാപകരമായ സകലതും, അസൂയ, ചതിയും വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമരി സത്യ മധ്യസ്ഥാനം മിക റബ ഗബ്രിയ മലാമയുടെ ശബ്ദമായ സാധാ സമശത്താലും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലോ വായിലൂടെ വസ്തുവിലോ ഭക്ഷണവും നടത്തുന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനുഷികമോ പ്രാപഞ്ചികമോ പൈശാചികമുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നിരിക്കുന്ന ഈ വചനസിദ്ധിയ സകലവിധ പ്രകൃതിക്ഷോഭ ഇടിമിന് ഇടിവെട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശ വാസി വരാന തർക്കങ്ങൾ കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടികാസി ദ്രവ്യാസി കോപാസി ഭക്ഷണാസക്തി സ്വയംഭോഗ സ്വർഗവ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാര അസൂയ അലസ മോഹം കോപം ഗതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്രാ തടസ്സം മരണതടസ്സം കോടതിയിൽ സാമ്പത്തികം കൊണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരന്റെ ബാഹ്യ ചെറുതുകൾ രോഗപീഠകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക സ്തുതിച്ച് പ്രാർത്ഥിക്കുക മരണം വായിക്കുക ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ അതിന് പിന്നെ പറയുന്ന പൈശാചിക അന്താശക്തി സാധാശക്തി ദുഷ്ടശക്തികൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു, യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു, ഈശോയെ കുറിച്ച് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലെ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ പ്രദേശം വന്ന് സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83-ാം സംഗീതത്തിന് അഭിഷേകം അനുഗ്രഹിക്കണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. വിളിച്ച് 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ച് യേശുവേ 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 കരങ്ങളടിച്ചുകൊണ്ട് നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, അവിടുത്തെ നാമത്തിൽ ശാസിക്കുന്നു. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ വിട്ടുമാറുക. അന്ധകാരമേ ബന്ധനങ്ങളെ യേശുനാമത്തിൽ കരങ്ങളെ
നിറയണമേ പരിശുദ്ധാത്മാവേ ആവർത്തിച്ച്. നിറയണമേ നിറയണമേ പരിശുദ്ധാത്മാവേ നിറയണമേ 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 പരിശുദ്ധാത്മാവേ. ഇരുകരങ്ങൾ സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ, ദാനങ്ങൾ, വരങ്ങൾ ലഭിക്കാൻ വേണ്ടി കരങ്ങളൊത്ത് സ്തുതിക്കുന്നു. നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി സ്തുതിക്കുന്നു. വിദ്വേഷം വെറുപ്പെല്ലാം മാറിപ്പോട്ടെ. ക്ഷമിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണമേ. രോഗികളായ മക്കളെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഐക്യത്തോടുള്ള പ്രാർത്ഥന സ്വീകരിക്കണമേ. യേശുനാമത്തിലുള്ള പ്രാർത്ഥന സ്വീകരിക്കണമേ. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന സ്വീകരിക്കണമേ. എളിമയോടുള്ള പ്രാർത്ഥന സ്വീകരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ചേന്. സ്വസ്ഥാന്തരിതുകൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു. ഹാലേലൂയ ഹാലേലൂയ അവർ സ്തുതിക്കുന്നു. സ്തുതിപ്പ് നിർത്തരുത്. ശക്തമായി സ്തുതിക്കുക. ആരാരെയും സ്തുതിക്കാതെ സ്തുതിക്കുക. ശക്തമായ ഐക്യത്തോടെ സ്തുതിക്കുക. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരുമിച്ചിരുന്ന് സ്തുതിക്കുക. ഹാലേലൂയ ഹാലേലൂയ അവർ സ്തുതിച്ചേ. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. അറിയ കുറേ പേരുടെ നിരാശ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട് ഈ ശുശ്രൂഷയിലൂടെ. പിശാചാണ് ഈ നിരാശ കൊണ്ടുവരിക. നിരാശ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. പല കുടുംബത്തിൽ നിന്ന് തകർച്ചകൾ കർത്താവ് എടുത്തു മാറ്റി എനിക്ക് പലവിധ സാമ്പത്തിക, ഭൗതിക, ആത്മീയ മേഖലയിൽ തകർച്ചകൾ പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ സമയത്ത് വചനം അയച്ചെടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കുറ്റബോധത്തിലായിരിക്കുന്ന മക്കൾ പല പാപത്തിൻ്റെയും പല മേഖലകളുടെ കുറ്റബോധം, ആ കുറ്റബോധത്തിൻ്റെ ദുരാത്മാവ് ഈ സമയം പല വ്യക്തികളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. തമിഴ്നാട് ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന ഒരു കുടുംബത്തെയും വ്യക്തിയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പീരീഡ്സ് സമയത്ത് ഭയങ്കരമായ വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉറക്കക്കുറവ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഉറക്കക്കുറവുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക, ഉറക്കഗുളിക കഴിക്കുന്നവരൊക്കെ പ്രാർത്ഥിക്കുക. വചനത്തിന്റെ വലിയ വിഷയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവരും കർത്താവ് തരുന്ന സന്ദേശമാണ്. ബന്ധന പ്രാർത്ഥന ധാരാളം ചൊല്ലി പ്രാർത്ഥിക്കാൻ ഈശോ പറയാം. ബന്ധന പ്രാർത്ഥനകൾ, ബൈൻഡിങ് പ്രയർ ശക്തമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ, വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരികയാണ്. ജിറ്റോ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കാൻ കർത്താവ് ഭാര്യമാർക്ക് സന്ദേശം തരികയാണ്. സാറ അപരാധത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് കീഴ്പ്പെട്ടിരുന്നത് പോലെ ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണമെന്ന് കർത്താവ് ശക്തമായ സന്ദേശം തരികയാണ്. പല്ലുവേദനയുള്ളവര്, പല്ലുപുളിപ്പ്, പല്ലുവേദന, പല്ലിന് കംപ്ലൈന്റ് ഉള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ സൗഖ്യം നിന്ന് അനുഗ്രഹിക്കുന്നുണ്ട്. ഗ്യാസ് ട്രബിൾ ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക, അതിന് മരുന്ന് കഴിക്കുന്നവരൊക്കെ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കഴുത്തിൽ ഉത്തിരിയും ധരിക്കാത്ത വലിയൊരു സമൂഹത്തെ കർത്താവ് കാണിക്കുക. ഈ സമൂഹത്തിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പല മക്കളും അവരുടെ കുടുംബത്തിലും ഒത്തിരി മക്കള്, അതിൽ കുട്ടികളും വലിയവരും ചെറിയവരും യൂത്തൊക്കെ ഉണ്ട്. ഉത്തിരിയും വെന്തിങ്ങ കഴുത്തിലില്ല എന്ന് ഈശോ കാണിക്കുന്നു. വെന്തിങ്ങം ധരിക്കാൻ വീണ്ടും സന്ദേശം തരികയാണ്. വലിയ പരിശുദ്ധാത്മാഭിഷേകം നൽകി കർത്താവ് ഈ സമൂഹത്തെ അനുഗ്രഹിക്കുന്നുണ്ട്. ഇവിടുന്ന് കേൾക്കുന്ന വിലയേറിയ സന്ദേശങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുക. ഒരുപാട് അനുഗ്രഹം കിട്ടുന്ന ഈശോ കാണിക്കുന്നു. വീട് വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. നാവിന്റെ തൊലി പോകുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അരുൺ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്കിൻ അലർജി കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ത്വക്ക് സംബന്ധ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചോ പലവിധ ത്വക്ക് രോഗങ്ങൾ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മൂക്കുത്തി ധരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവര്, അല്ലെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്നവരുടെ കുടുംബത്തിൽ മൂക്കുത്തി ധരിച്ചവര് അതൊക്കെ ഊരി മാറ്റി പ്രാർത്ഥിക്കാൻ ഈശോ പറയുകയാണ്. വീണ്ടും ഈ സന്ദേശം നൽകുക. മൂക്കുത്തി ഊരി മാറ്റി പ്രാർത്ഥിക്കുക. ഒരുപാട് അനുഗ്രഹം കിട്ടുമെന്ന് ഈശോ സന്ദേശം നൽകുക. വീട് പണി തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. എന്റെ അഭിഷിക്തനെ തൊട്ട് പോകരുത്, അവന് ഒരു ഉപദ്രവം വരുത്തി വയ്ക്കരുതെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് തരിക. സഭയ്ക്കെതിരെയോ ബിഷപ്പിനെതിരെയോ വൈദികർക്കെതിരെയൊക്കെ ശക്തമായി പ്രവർത്തിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്ന മക്കളോട് അനുദപിച്ച് കുമ്പസാരിക്കാനും സഭയെ സ്നേഹിക്കാനും കർത്താവ് സന്ദേശം തരികയാണ്. ലിസി എന്ന മകളുടെ ബ്ലീഡിംഗ് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. കാലിൽ കമ്പിയിട്ടിരിക്കുന്ന നടക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ലിവർ സിറോസിസ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാൽമുട്ട് തെന്നിപ്പോകുന്ന അവസ്ഥ കർത്താവ് ആ വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. IELTS പരീക്ഷയിൽ വിജയം നൽകി കർത്താവ് ഒരു വ്യക്തി അനുഗ്രഹിക്കുന്നുണ്ട്. ആലീസ് എന്ന മകളോട് ലഭിച്ച അനുഗ്രഹം, ഈ എൽറുഹായിൽ നിന്ന് കിട്ടിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താൻ ആലീസിന് കർത്താവ് സന്ദേശം നൽകുകയാണ്. ശക്തമായി കണ്ണുവേദന, കണ്ണിൽ മൂടൽ വരുന്ന അവസ്ഥ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടുപ്പലിനെ പൊട്ടലുള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കലക്കൽ വെള്ളം ഒരു വീട്ടുകാരോട് ആ കലക്കൽ വെള്ളത്തിൽ വെഞ്ചരിച്ച കല്ലുപ്പ് ശക്തമായി വെതറിയിട്ട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ആ കലക്കൽ വെള്ളത്തിൽ കർത്താവ് ഇടപെട്ട് ഈശോ ആ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നതായിട്ട് കാണിക്കുന്നു. മൂത്രത്തിൽ കല്ല് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അൾസർ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. വിയൂര് എന്ന സ്ഥലത്തിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു. വായ്പുണ്ണ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൊണ്ടവേദന, തൊണ്ട സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പഠിച്ചതെല്ലാം മറന്നുപോകുന്ന, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മകളോട് പഠന മുറിയിലിരിക്കുന്ന ബോട്ടിലാട്ട് ചെയ്ത മദ്യക്കുപ്പികളെല്ലാം എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരിക. നിന്റെ വീട്ടിലുള്ള എല്ലാ ബോട്ടിലാട്ട് ചെയ്ത മദ്യക്കുപ്പികൾ എടുത്ത് നശിപ്പിച്ച് കളയാൻ കർത്താവ് സന്ദേശം തരുന്നു. PCODയുടെ ബുദ്ധിമുട്ടുള്ള മകളോട് സെക്കൻഡ് സ്റ്റേഡ് ഊരിമാറ്റി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. വിവാഹ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബയോപ്സി റിസൾട്ട് കാത്തിരിക്കുന്ന വ്യക്തിയോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം തരുന്നു.
അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്താതിരിക്കുന്ന അനേകം പേരെ പരിശുദ്ധാത്മാവ് കാണിക്കുക. അവരെയോർത്ത് കർത്താവ് സങ്കടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ എൽറോഹയിൽ നിന്ന് കിട്ടിയ ഈ ശുശ്രൂഷയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾ ഇവിടേക്ക് വന്ന് സാക്ഷ്യപ്പെടുത്തണമെന്ന് വീണ്ടും വീണ്ടും കർത്താവ് സന്ദേശം നൽകുക. അഡിനോയുടെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സജിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വെപ്പുമുടി വെച്ചിരിക്കുന്ന ഒരു മകന്റെ അലർജി കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. അമിതമായി ലോട്ടറി എടുക്കുന്ന ഒരു മകനോട് അത് ഉപേക്ഷിക്കാനും അതിനുപേക്ഷിച്ച് കുമ്പസാരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. രാജു എന്നൊരു പേരും കർത്താവ് വെളിപ്പെടുത്തുന്നു. സിസേറിയൻ ചെയ്തതിന്റെ മുറിവുണങ്ങാതെ വിഷമിക്കുന്ന ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ഡയാലിസിസ് രോഗിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഒരു വനിതാ പോലീസിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. എലിസബത്ത് എന്ന മകളുടെ ബ്രസ്റ്റ് ക്യാൻസർ കർത്താവ് സുഖപ്പെടുത്തുന്നു. എപ്പോഴും ഉറക്കക്ഷീണമുള്ള മകനോട് എന്നും ബന്ധപ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ സന്ദേശം തരുന്നു. അന്നനാളത്തിൽ ഹെഡ്നിയുള്ള ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സാജിയോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. മാള് എന്ന് വിളിപ്പേരുള്ള മകളുടെ വയറ്റിലെ അൾസർ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. മൂക്കിലെ ദശ വളരുന്ന ഒരു മകന് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഗർഭിണിയായ ഒരു മകളുടെ ഭയം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. 5 വയസ്സുള്ള കുട്ടിയുടെ അഡിനോയിഡ് കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. ഒരു വ്യക്തിയുടെ തോളല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരത്തിലെ തൊലി പൊളിയുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തിയോട് തുറന്ന കുംസാരം നടത്തി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. ശ്രുതി എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. വിശുദ്ധരോട് പ്രാർത്ഥിക്കാൻ ഈശോ സന്ദേശം നൽകുക. വിശുദ്ധർ വഴി ഒരുപാട് അനുഗ്രഹം നമുക്ക് ലഭിക്കുമെന്ന് സന്ദേശം തരുന്നു. അപസ്മാരമുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ലച്ചു എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ ചരങ്ങുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വീട്ടിൽ അടുക്കളയിൽ നിന്നും ശക്തമായ ഈച്ചശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പൗലോസ് എന്ന പേരുള്ള ഒരു മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ധ്യാന കേന്ദ്രങ്ങളെ കുറിച്ച് എപ്പോഴും വിമർശിച്ച് സംസാരിക്കുന്ന ഒരു മകനോട് നന്നായിട്ട് അനുദപിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. കട്ടപ്പനയിൽ നിന്നും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീട്ടിൽ നിന്നും പഴുതാര ശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. പാമ്പ് കടിയേറ്റ ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഐസ്ക്രീം കട നടത്തുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. കാൽപാദത്തിൽ എല്ല് വളർച്ചയുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പല്ല് സംബന്ധമായ രോഗമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക പല്ലിന് കർത്താവ് സൗഖ്യം കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു. വീടിന്റെ ജപ്തി ഒഴിവാക്കി കൊടുത്ത് കർത്താവ് ഒരു കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. രക്തം ഛർദ്ദിക്കുന്ന അവസ്ഥയുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഹാലലിയ 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 ഹാലലിയ. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്തെ ഓർത്ത് സ്തുതിക്കുന്നു. ഹാലലിയ ഹാലലിയ ഹാലലിയ. ശിരിരി എല്ലാവരും സ്തുതിച്ചേൻ. ഹാലലിയ ഹാലലിയ ഹാലലിയ. ശക്തമായി സ്തുതിച്ചേൻ. ഞാൻ തൊടുപുഴ നിന്ന് വരുന്നു. എൻ്റെ പേര് സജി. ഞാൻ ഡിവൈൻ മേഴ്സിയിലെ നടന്ന എൽറൂഹ കൺവെൻഷനിൽ പങ്കെടുത്തിരുന്നു. എനിക്ക് അവിടെ വെച്ച് രോഗസൗഖ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷക്കാലമായിട്ട് ഞാൻ സോറിയാസിസ് രോഗിയായിരുന്നു. കണ്ടോ? അതിൻ്റെ പരമാവധിയിലായിരുന്നപ്പോഴാണ് ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തത്. അന്ന് എനിക്ക് പ്രത്യക്ഷപ്പെട്ടില്ല. അച്ഛനവിടെ വെച്ച് അനൗൺസ് ചെയ്തു, ഇത് രോഗം സൗഖ്യം കിട്ടിയാൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ പറഞ്ഞു. അതിനായിട്ടാണ് ഞാനിവിടെ വന്നത്. എനിക്കിപ്പോൾ പൂർണ്ണ സൗഖ്യം, ഒരു ശല്യമില്ല. ചോദിക്കട്ടെ, ചേട്ടന് എത്ര വർഷമായിട്ട് ഈ സോറിയാസിസ് ഉണ്ട്? 25 വർഷമായിട്ട് ശരീരം മുഴുവൻ ഉണ്ട് അല്ലേ? എല്ലാ മരുന്നും ചെയ്തിട്ട് ഒരു മാറ്റമില്ല. സ്നേഹമുള്ളവരെ, ഈ കഴിഞ്ഞ ഏപ്രിൽ മാസേ നമ്മുടെ ഡിവൈൻ മേഴ്സി അറിയില്ലേ, വലിയ തീർത്ഥാടന കേന്ദ്രമാണ് തൊടുപുഴയിലത്തെ. ആ ഡിവൈൻ മേഴ്സിയിൽ നമ്മുടെ എൽറോഹാന് 4 ദിവസത്തെ കൺവെൻഷനാണ് കേട്ടോ. ആ കൺവെൻഷനിൽ വെച്ചിട്ടാണ് അച്ഛത് വിളിച്ചു പറയണേ അല്ലേ? അതിൽ ചേട്ടൻ 4 ദിവസം പങ്കെടുത്തിരുന്നോ? 4 ദിവസം പങ്കെടുത്തു. ചേട്ടൻ്റെ വീട് ആ ഭാഗത്താണോ? ആ പരിസരത്താണ്. അപ്പോൾ അതിൽ ശക്തമായിട്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് എൽറോഹയിൽ വന്ന് സാക്ഷ്യം പറയുന്നത് ശക്തിയായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നന്ദി പറയാൻ ചേട്ടൻ വന്നത്. അന്നിങ്ങനെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, പിന്നെ കുറയാൻ തുടങ്ങിയില്ല. അതങ്ങോട്ട് 2-3 ദിവസത്തിനുള്ളിൽ ഇത് വളരെ കുറഞ്ഞതായിട്ട് കണ്ടു അല്ലേ? പിന്നെ മാറി പൊട്ടുമില്ല, ഒന്നുമില്ല ശരീരത്തിൽ. ഇപ്പോൾ ഒരു ചൊറിച്ചിലില്ല, അതിൻ്റെതായ ഒന്നുമില്ല, ഒരു ശല്യമില്ല. നല്ലൊരു കൈയോടി കൊടുക്കുക കേട്ടോ. കണ്ടോ? ശരിയോ? പ്രൈസ് ദി ലോർഡ്. ഓക്കെ കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറേ അനുഗ്രഹങ്ങൾ വേറെ കിട്ടിയിട്ടുണ്ട്. നടക്കുമ്പോൾ എൻ്റെ കാലിന് ഒരു സൈഡിലേക്ക് മടങ്ങി പോകുന്ന പോലെ എനിക്കൊരവസ്ഥയുണ്ട്. അപ്പം ഞാൻ നടയിറങ്ങുന്ന വളരെ വിഷമിച്ചാണ് ഇറങ്ങിപ്പോയിക്കൊണ്ടിരുന്നത്. ആ സാഹചര്യത്തിൽ നിന്ന് ഇന്നലെ മുതൽ എനിക്ക് ഒരു ശല്യമില്ലാതെ നടയിൽ കൂടെ ഓടി ഇറങ്ങിപ്പോവാം. ഇതിങ്ങനെ മുട്ടിൻ്റെ ചിരട്ട തിന്നുന്ന അവസ്ഥയാണോ? സൈഡിലേക്ക് മടങ്ങി പോവാണ്. അത് മാറി കിട്ടിയില്ല. ഇപ്പം എനിക്ക് ധൈര്യമായിട്ട് ഇറങ്ങിപ്പോവാം. പിന്നെ ഒരുപടി ഗുണങ്ങളുണ്ട്. എൻ്റെ കുടൽ വലിച്ചു നിർത്തിയ പോലെ ഇന്നലെ പോലെ എനിക്കൊരു അനുഭവം. എനിക്ക് വയറ്റിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ രാത്രി സുഖമായിട്ട് ഉറങ്ങി, ഒരു കുഴപ്പമില്ല. വയറിന് എന്തിട്ടായിരുന്നു ബുദ്ധിമുട്ട്? വീർത്തിരിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ അത് വെറുതെ എപ്പോഴും വീർത്തിരിക്കും. ഇപ്പം അങ്ങനെ ഇല്ല. മനസ്സിലായി. എന്തിട്ട് ഫീലിംഗ് വന്നേ? കുടല് വലിച്ചു നിർത്തിയാൽ നമുക്കുണ്ടാകുന്ന അനുഭവം, അങ്ങനെ ഒരു അനുഭവം അല്ലേ? അത് മാറി, അങ്ങനത്തെ ഒക്കെ മാറി കിട്ടി അല്ലേ? ഇപ്പൊ ഓൾ ഫിറ്റ്. കേട്ടോ, നല്ലൊരു കൈയ്യടി കൊടുത്തേ. നന്ദി. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ നിങ്ങൾ ഈ എൽറുഹ ധ്യാന കേന്ദ്രത്തിലേക്ക് വന്ന് സാക്ഷ്യപ്പെടുത്താൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക.
ഒട്ടും വരാൻ പറ്റാത്തവർ മാത്രം വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തിന് മഹത്വം കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുക. ഇവിടുന്ന് വിളിച്ച് പറഞ്ഞതാണ് എങ്കിൽ വിളിച്ച് പറഞ്ഞതാണെന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറയണം. അങ്ങനെ പ്രത്യേകമായി ദൈവനാമം മഹത്വപ്പെടണം. അതിനുവേണ്ടി നിങ്ങളത് സാക്ഷ്യപ്പെടുത്തണം. വീണ്ടും വീണ്ടും കർത്താവ് തരുന്നൊരു സന്ദേശം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, കിട്ടിയ അനുഗ്രഹങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്ന് ഈശോ സങ്കടപ്പെടുകയാണ്. ചിലരുടെ പേര് പോലും ഈശോ പറയാം, ഇന്ന ആൾക്കാരൊക്കെ സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് കർത്താവ് സങ്കടപ്പെടുകയാണ്. അതുകൊണ്ട് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി യേശുവിൻ്റെ ഒരു പ്രേക്ഷിതനും ശുശ്രൂഷകനും സാക്ഷിയുമായി തീരാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ശക്തമായി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ ഞങ്ങളിൽ, കരുണയായിരിക്കണമേ.